അങ്ങനെ കാത്തിരുന്ന് നമ്മളെ SSC GDയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് വന്നത്, ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് ഹോൾ ടിക്കറ്റ് എടുക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് ആൾക്കാർ ഹോൾ ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, ആദ്യം നമ്മൾ കേരളത്തിൽ നിന്നാണല്ലോ അപ്ലൈ ചെയ്തത്, KKR ആണല്ലോ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ SSC KKR നിങ്ങൾ ക്രോം എടുക്കുക, SSC KKR എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ SSC KKRൻ്റെ വെബ്സൈറ്റിലേക്ക് നേരെ പോകും. അവിടെ വെബ്സൈറ്റിൽ ആദ്യം തന്നെ കോൺസ്റ്റബിൾ GDൻ്റെ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ടാവും. ഇതാ SSC KKRൻ്റെ വെബ്സൈറ്റ് ആണിത്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്, GD സെൻട്രൽ ആംഡ് പോലീസ് എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക. നേരെ ഈ വിൻഡോയിലേക്കാണ് പോവുക. എടാ ഈ വിൻഡോയിൽ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഐ ഹാവ് നോട്ടഡ് ദ എബോവ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് എഗ്രി, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഒരു ചെക്ക് ബോക്സും കൂടെ ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുത്താൽ മതി. ഇവിടെ കൊടുക്കേണ്ടത് രജിസ്ട്രേഷൻ നമ്പറാണ്. രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 3 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്. നമ്മൾ റോൾ നമ്പർ അല്ല, രജിസ്ട്രേഷൻ നമ്പർ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്ലാഷ് ഇട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ അത് ഓപ്പൺ ആയി കിട്ടുള്ളൂ. അങ്ങനെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ താഴെ ഒരു സാധനം കാണുന്നുണ്ടോ, ഇഫ് യു ഡു നോട്ട് നോ ദ രജിസ്ട്രേഷൻ നമ്പർ പ്ലീസ് ക്ലിക്ക് ഹിയർ. ഈ ഒരു ഡാറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതായത് നെയിമിൻ്റെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ എൻ്റെ പേര് അതുൽ എന്നാണ്, അപ്പോൾ ഞാൻ ATHU എന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ പേരിൻ്റെയും ആദ്യത്തെ 4 അക്ഷരം അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാലോ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അവൈലബിൾ ആവും. ആ രജിസ്ട്രേഷൻ നമ്പർ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ സെൻറ്റർ ഏതാണെന്നുണ്ടാവും, ഏത് ഷിഫ്റ്റാണെന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാം. എന്നാൽ ഏത് ഷിഫ്റ്റാണ്, എപ്പോഴാണ് റിപ്പോർട്ടിംഗ് ടൈം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടാവും. ഈ ഹോൾ ടിക്കറ്റ് എടുത്ത് വെക്കണം. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഹോൾ ടിക്കറ്റ് വേണം. അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോട്ടോ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വേണ്ടത് ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. ഈ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഐഡൻറ്റിറ്റി കാർഡിൽ വേണ്ടത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ടുണ്ടാവണം, ഇയർ ഓഫ് ബർത്ത് അല്ല. ചില ആളുകൾ ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് അതിൽ ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും ഫോട്ടോയും ഉള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡും 2 ഫോട്ടോയും പിന്നെ നമ്മളുടെ ഇപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഹോൾ ടിക്കറ്റും കൂടെ പ്രിൻ്റ് എടുത്ത് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. ഇനി ഞാൻ പറയാൻ വന്നത്, കുറച്ച് ആളുകൾക്ക് ഇത് കിട്ടുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഈ ഹോൾ ടിക്കറ്റ് ഇന്ന് കിട്ടുന്നത് 5 ദിവസം ശേഷം എക്സാമുള്ള ആൾക്കാർക്ക്, അതായത് 20-ാം തീയതി എക്സാമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇന്ന് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്. ഇപ്പോൾ നാളെ 21-ാം തീയതി എക്സാമുള്ള ആൾക്കാർക്കോ 5 ദിവസം മുന്നേ കിട്ടും, അതായത് നാളെ കിട്ടും. അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് 25-ാം തീയതി എക്സാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 19-ാം തീയതി മാത്രമേ എന്ത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എക്സാം എന്നാണോ അതിൻ്റെ 5 ദിവസം മുന്നേ മാത്രമേ ഹോൾ ടിക്കറ്റ് വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് എക്സാം ഇല്ല എന്ന് ടെൻഷൻ ആവുകയൊന്നും ചെയ്യരുത്. ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പരീക്ഷയുടെ 5 ദിവസം മുന്നേ മാത്രമേ വരുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 20-ാം തീയതി എക്സാമുള്ള ആൾക്കാരാണെങ്കിൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സെൻറ്റർ എവിടെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിനിടയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അടുത്ത് നിങ്ങൾ ഒരുമിച്ചൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. കമൻറ്റ് ബോക്സിൽ തന്നെ അങ്ങ് പരിചയപ്പെട്ടോളാം. കമൻറ്റ് ബോക്സിൽ പരിചയപ്പെടുക. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് എക്സാം എഴുതാൻ പോവുക. ദിശേൻ്റെ കുട്ടികളൊക്കെ ഒരുമിച്ച് തന്നെ എക്സാം എഴുതാൻ പോയിട്ട് ഒരുമിച്ച് തന്നെ അടിപൊളിയായിട്ട് എക്സാം എഴുതി സ്കോറും വാങ്ങിയിട്ട് തന്നെ തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അടുത്ത ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ അഡ്മിറ്റ് കാർഡും വരും. ആരും എന്ത് ചെയ്യരുത്, ടെൻഷൻ ആവാൻ പാടില്ല. ഈ ഒരു വിവരം എന്തായാലും ഏറ്റവും ആദ്യം കേരളത്തിൽ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. താങ്ക് യു.